ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ കുട്ടിയൊക്കെ രാവിലെ ഇവിടുന്ന് ഓടി കളിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ ആണ് മണാലിയിലേത്. അപ്പോൾ നമ്മളിവിടെ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ റൂമിൻ്റെ അടുത്ത് നോക്കുമ്പം തന്നെ ഇവിടെ ഒരു വലിയൊരു മൗണ്ടെയിൻ്റെ മുകളിൽ ഫുള്ള് സ്നോ വീണിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊന്നും ഉണ്ടായിരുന്നില്ല, ആ ഒരു മലേൻ്റെ മുകളിൽ മാത്രമാണ് കേട്ടോ സ്നോ ഒക്കെ വീണിട്ട് കാണുന്നത്. അതുകൊണ്ട് നല്ല നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര തണുപ്പൊന്നുമില്ല, എന്നാലും തണുപ്പുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളായ സൺറൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെയുള്ള തന്നെ. അപ്പോൾ ഇവക്കുട്ടിയൊക്കെ ഇവിടെ ഡ്രസ്സൊക്കെ മാറി എൻ്റെ അസബേബിയും എല്ലാവരും ഇവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ കുരങ്ങന്മാരെയൊക്കെ കണ്ടിട്ടാണ് ഇവർ അങ്ങോട്ടേക്ക് പോയിട്ട് കളിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പട്ടി ഇങ്ങനെ ഓടിച്ചിട്ടതായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരതൊക്കെ മറന്നുപോയി. പിന്നെ ആദ്യം താഴത്തേക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ കുറേ കുരങ്ങന്മാരെ കണ്ടത്. അപ്പോൾ കുറേ കുരങ്ങൻ ഇങ്ങനെ മുകളിൽ നിന്നും താഴെ നിന്നൊക്കെ ഇറങ്ങി വരുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് അങ്ങോട്ടേക്കും എല്ലാവരും ഒന്ന് ഓടി നോക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് വരുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയായി. പിന്നെ നമ്മൾ കുറച്ച് ടൈം അവിടെ നിന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മണാലിയിലെ ഫസ്റ്റ് സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇവക്കുട്ടീനെയും അസബേബീനെയും ഒക്കെ വിളിച്ചിട്ട് നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. താഴേക്ക് ഒരു കുന്നു പോലെയായിരുന്നു. പിന്നെ പോകുന്ന വഴിയിൽ കുറേ ഇതുപോലെ നദികളും അതേപോലെ നമ്മൾ ആ കഴിഞ്ഞ മഴയിലൊക്കെ പൊട്ടിയ റോഡുകളും അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു ജീപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവക്കുട്ടിയൊക്കെ എന്തൊക്കെയോ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, രണ്ടാളും കൂടെ. ഇന്നത്തെ ഫസ്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പിളാണ്. ഇവിടെ ഒരു ഹഡിംബ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടത്തേക്കാണ് നമ്മൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോകുന്നത് അവിടേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ആ ഒരു നമ്മുടെ കശ്മീരി ഡ്രസ്സ് ഒക്കെ ചെയ്തു തരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവക്കുട്ടിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ ആ ഒരു ഡ്രസ്സും അതേപോലെ അതിൻ്റെ ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ കുറേ ആൾക്കാർ ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവക്കുട്ടിക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവക്കുട്ടിക്ക് ഇങ്ങനെ ഇട്ടിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചെറുതായതുകൊണ്ട് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇതുപോലെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് അവിടെ പോയത്. പിന്നെ ആ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായില്ല, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു ഇതുപോലെ ഈ ഒരു ഡ്രസ്സ് ഉള്ളത്. പിന്നെ അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ കുറേ ആൾക്കാർ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലൊരു റാബിറ്റിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിലൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ അത് ഫ്രീ ഒന്നല്ല കേട്ടോ, അത് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ അതിനെയൊക്കെ ടച്ച് ചെയ്താൽ തന്നെ അവർ പൈസയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇവക്കുട്ടി ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നല്ല ഹാപ്പി ആയിരുന്നു. നിന്ന് ടച്ച് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവക്കുട്ടിൻ്റെ കയ്യിലൊന്നും എടുത്ത് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തെങ്കിലും ചെള്ള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ചോദിച്ചിട്ട് കയ്യിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് ഇത് ഇവിടുന്ന് ഇവക്കുട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അവർ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഇവക്കുട്ടീനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് അസബേബിനെയും കൂടെ ആ ഒരു കുഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളെയും കൂടെ അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എങ്കിൽ അതിൻ്റെ ഇടയിലൊരു നമ്മുടെ പഞ്ഞിമുട്ടായി കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിലായിരുന്നു. പിന്നെ അതിന് കുറേ കരഞ്ഞ അവിടെ നിന്ന് ബഹളമായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഇത് രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോനൊന്നും പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇവക്കുട്ടിൻ്റെ ലാസ്റ്റ് ഫൈനലായിട്ട് ഇതുപോലെയാണ് ബാക്കിലൊരു കൊട്ടയൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഇത് ഇതുപോലത്തെ ഒരു സ്റ്റെപ്പൊക്കെ കളിക്കുന്നുണ്ട്. എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ആ ഒരു പഞ്ഞിമിഠായിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അതിലൂടെ. കുറേ ടൈം നമുക്ക് വേണമെങ്കിൽ അത് ഇട്ടിട്ട് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. കുറേ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവക്കുട്ടീനെ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ നമ്മൾ തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോസും കൂടെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ.
അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു യാക്കിൻ്റെ ഉണ്ടായിരുന്നു. ഇവക്കുട്ടി നല്ല കരച്ചിലായിരുന്നു. അവർ നമ്മളോടൊന്നും ചോദിക്കാതെ ഇവക്കുട്ടീനെ എടുത്ത് അതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ അവൾ ശരിക്കും പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല യാക്കിനെ. അപ്പോൾ ഇതുപോലത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഈ ഒരു ടെമ്പിളിലേക്ക് കയറുന്നതിന് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ ഇവക്കുട്ടി ഫസ്റ്റ് തന്നെ നന്നായിട്ട് പേടിച്ച് നല്ലോണം കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവം ഇവക്കുട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് സെറ്റായി. പിന്നെ നമ്മൾ ആ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പേടിച്ചതുകൊണ്ട് ഇവക്കുട്ടി അടങ്ങാണ്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ. ഇപ്പോൾ പിന്നെ ഇവിടുന്ന് ഒരു പോപ്കോൺ അല്ല, ഒരു കോണൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുക ചെയ്തേ. അപ്പോഴത്തേക്ക് ഇവക്കുട്ടീൻ്റെ കരച്ചിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കയറാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പായിരുന്നു കേട്ടോ ഉള്ളിൽ. ആ ഒരു സ്ഥലത്ത് നമ്മൾ ഷൂ ഒന്നും ഇടാതെ നിൽക്കാനേ പറ്റില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു അവിടുന്ന്. പിന്നെ അവിടെ കുറേ ആൾക്കാരിലുണ്ട്. നമ്മൾ അധിക സമയമൊന്നും അവിടെ നിന്നിട്ടില്ല, കുറച്ച് ടൈമൊക്കെ അവിടെ നിന്നു. പിന്നെ നേരെ അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അവിടെയും ക്യൂ ആയിരുന്നു. അതുകൊണ്ട് ഉള്ളിൽ കയറിയില്ല. നമ്മൾ പുറത്തേക്ക് പോയി. പുറത്ത് അതിൻ്റെ ചുറ്റിലും ഇതേപോലെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് കളിക്കാനൊക്കെ ഓടി കളിക്കാനൊക്കെയുള്ള കുറേ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ കുറേ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവക്കിട്ട് ഇതിൻ്റെ മുകളിൽ കയറി. ഇവക്ക് പിന്നെ എവിടെ പോയാലും ഇതിൻ്റെ മുകളിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറിയുണ്ട്. അപ്പോൾ ഇവക്കിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഇതൊക്കെ പൊട്ടിയതാണ് കേട്ടോ. കുറേ ഭാഗം ഇങ്ങനെ തുരുമ്പൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇവക്കിട്ട് കുറച്ച് ടൈമൊക്കെ ഓരോന്നിൻ്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു സ്ഥലത്തൊന്നുമല്ല, ഓരോ തട്ടായിട്ട് ഓരോരോ സ്ഥലത്തായിരുന്നു. പിന്നെ അതുകൊണ്ട് കുറേ ടൈം താഴെ നടന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കളിക്കുന്ന കുറേ ടൈം കാര്യങ്ങളിലൊക്കെ കയറിയപ്പോൾ പിന്നെ കുറേ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ ഒരു ബുദ്ധ ടെമ്പിളിലേക്കാണ് പോയത്. അപ്പോൾ ഈ ഒരു കറക്കുന്ന സാധനത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇവക്കുട്ടി എല്ലാവരും ചെയ്യുന്ന വേണ്ടിയിട്ട് എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറക്കി നോക്കുന്നുണ്ടായിരുന്നു. അതിലിടയ്ക്ക് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസമായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.